അയാളും ഞാനും. കഥ അവതരണം തുമ്പി. ഈ സ്റ്റോറി ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ എങ്ങനാ സ്റ്റോറിയിലേക്ക് പോയാലോ? അയാളും ഞാനും പാർട്ട് 5. കനകമംഗലം തറവാട്ടിലെ ദിവസങ്ങൾ ഈശ്വരിക്ക് ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കമായിരുന്നു. പുറത്ത് എല്ലാം സന്തോഷം നിറഞ്ഞതുപോലെ തോന്നിയെങ്കിലും അവളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഇപ്പോഴും ഒരു മൗനവേദന ഒളിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു സന്ധ്യാസമയം മഴ പെയ്തു നനഞ്ഞ് മുറ്റത്ത് നിൽക്കുകയായിരുന്നു ഇഷിക. ആകാശം മുഴുവൻ മേഘം മൂടിയിരുന്നു. മണ്ണിൻ്റെ നനുത്ത മണവും കാറ്റിൻ്റെ തണുപ്പും അവളുടെ മനസ്സിൽ നിറഞ്ഞു, ഒപ്പം വേദനകളുടെ ഭാരവും. അപ്പോഴാണ് പിന്നിൽ നിന്ന് ഒരാൾ പതുക്കെ അവരുടെ പേര് വിളിച്ചത്. ഇഷിക. മറ്റാരുമായിരുന്നില്ല, അത് അർജുനായിരുന്നു. പെട്ടെന്നവൾ തിരിഞ്ഞു നോക്കി. അപ്പോൾ അവൾ കണ്ടത് അർജുനെയായിരുന്നു. അർജുൻ നോക്കിയപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഒഴുകിയിറങ്ങുന്നത് അവൻ കണ്ടു. അത് കണ്ടതേ ഒന്നും ചോദിക്കാതെ അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. അവൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ചപ്പോൾ അവൻ്റെ നെഞ്ചോട് ചേർന്ന് തലചായ്ച്ച് നിന്നപ്പോൾ ഇഷികയുടെ ഉള്ളിലെ ഭാരമൊക്കെ അല്പം അല്പമായി ഉരുകിപ്പോകുന്നത് പോലെ തോന്നി. എന്താ ഇഷികേ? അർജുൻ മെല്ലെ ചോദിച്ചു. ആ നിമിഷം അവൾ മൗനമായി നിന്നു. പിന്നെ ശബ്ദം ചെറുതായി തേങ്ങി. അർജുൻ, എനിക്കിപ്പോൾ എൻ്റെ അനിയനെ ഓർമ്മ വന്നു. അവളുടെ ആ വാക്കുകൾ കേട്ടപ്പോൾ അർജുൻ ഇഷികയോട് പറഞ്ഞു. ഡോക്ടർമാർ പറഞ്ഞത് കേട്ടപ്പോൾ ഞാനും പേടിച്ചിരുന്നു. പക്ഷേ അവനിപ്പോൾ നല്ല കുറവുണ്ട്. ചികിത്സ നല്ല രീതിയിൽ നടക്കുന്നു. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇഷികയുടെ കണ്ണുകളിൽ വീണ്ടും കണ്ണുനീർ നിറഞ്ഞു. അർജുൻ അവളുടെ മുഖം പതുക്കെ തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചു. എന്നിട്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു, നാളെ നമുക്ക് പോകാം. അത് കേട്ടപ്പോൾ ഇഷിക അത്ഭുതത്തോടെ അവനെ നോക്കി. എവിടെ എന്നവൾ ചോദിച്ചു. ആ ചോദ്യത്തിന് മറുപടിയായി അർജുൻ ചെറുതായി ചിരിച്ചു. ശേഷം അവളോടായി പറഞ്ഞു, നിന്റെ അനിയനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക്. ഇനി നീ ഒറ്റയ്ക്കല്ല ഇഷിക, നിന്റെ കൂടെ എല്ലാത്തിനും കൂട്ടായി ഞാനുണ്ടാവും. നിന്റെ എല്ലാ വേദനകളിലും ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇഷികയുടെ ഹൃദയം ഒരു നിമിഷം നിശ്ചലമായി. അവൾ ഒന്നും പറയാതെ വീണ്ടും അവനെ ചേർത്ത് പിടിച്ചു. അടുത്ത ദിവസം രാവിലെ അർജുനും ഇഷികയും നഗരത്തിലെ ആ വലിയ ഹോസ്പിറ്റലിൻ്റെ മുന്നിലെത്തി. അവർ രണ്ടാളും കൈകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഹോസ്പിറ്റൽ വരാന്തയിലൂടെ നടന്നു നീങ്ങി. ഹോസ്പിറ്റൽ റൂമിൻ്റെ അകത്തെത്തിയപ്പോൾ തൻ്റെ അനിയനെ കണ്ട ഇഷികയുടെ കണ്ണുകൾ വീണ്ടും നിറയാൻ തുടങ്ങി. എങ്കിലും ഇത്തവണ അവൾ കരയാൻ ശ്രമിച്ചില്ല. കാരണം അവളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ഒരാൾ അവളുടെ കൂടെ ഉണ്ടായിരുന്നു. അർജുൻ. അവളുടെ ജീവിതത്തിൻ്റെ ഇരുട്ടുകളിലെല്ലാം ഒരു വിളക്ക് പോലെ വന്ന മനുഷ്യൻ. ഇഷികയുടെ അനിയൻ. അവരെ കണ്ടപ്പോൾ ചെറുതായി ഒന്ന് ചിരിച്ചു. അർജുൻ അവൻ്റെ അടുത്തേക്കായി ചെന്നു. എന്നിട്ട് അവനോട് പറഞ്ഞു, ജീവിതം എത്ര കഠിനമായാലും ചിലർ നമ്മളിലേക്ക് വരും, നമ്മളെ ചേർത്ത് പിടിക്കാൻ, നമ്മെ രക്ഷിക്കാൻ. ഇഷികയ്ക്ക് ആ നിമിഷം അതെല്ലാം വ്യക്തമായി മനസ്സിലായി. ഇഷികയുടെ ജീവിതത്തിൽ അർജുൻ ഒരു മനുഷ്യൻ മാത്രമല്ല, അവളുടെ സമാധാനമാണ്, അവളുടെ ആശ്വാസമാണ്, അവളുടെ ലോകമാണ്. ഹോസ്പിറ്റൽ റൂമിൽ കുറച്ച് സമയം ഇരുന്ന് കഴിഞ്ഞ് അർജുനും ഇഷികയും പുറത്തേക്ക് നടന്നു. കോറിഡോറിലൂടെ നടക്കുമ്പോൾ ഇഷികയുടെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ നിറഞ്ഞിരുന്നു.
അനിയനെ കണ്ട സന്തോഷം കൂട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള ഭയം അപ്പോഴും അവളെ വിട്ടുമാറിയിരുന്നില്ല. അവളുടെ മൗനം ശ്രദ്ധിച്ച അർജുൻ അവളോട് ചോദിച്ചു, എന്താ ഇഷിക, എന്തു പറ്റി? വീണ്ടും നീ എന്തെങ്കിലും ചിന്തിക്കുകയാണോ? ഇഷിക ഒരു നിമിഷം നിശബ്ദമായി നിന്നു. പിന്നെ ചെറിയൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, ഏയ് ഒന്നുമില്ല അർജുൻ. എങ്കിലും എനിക്ക് ചെറിയൊരു പേടി, അവന് പൂർണ്ണമായി സുഖം പ്രാപിക്കുമോ എന്ന്. അർജുൻ ഒരു നിമിഷം അവളെ നോക്കി. പിന്നെ അവളുടെ കൈകൾ പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, നിന്നോട് ഞാനൊരു കാര്യം പറയട്ടെ ഇഷിക. അപ്പോൾ ഇഷിക അവനെ നോക്കി. ജീവിതത്തിൽ ചില പരീക്ഷണങ്ങളൊക്കെ വരും. പക്ഷേ അത് നമ്മളെ തകർക്കാനല്ല, നമ്മളെ കൂടുതൽ ശക്തരാക്കാനാണ്. അവൻ്റെ ശബ്ദത്തിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. ഇഷികയുടെ കണ്ണുകൾ വീണ്ടും നിറയുന്നുണ്ടായിരുന്നു. നീ എപ്പോഴും എങ്ങനെയാണ് സ്ട്രോങ് ആയി നിൽക്കുന്നത് അർജുൻ? അത് കേട്ടപ്പോൾ അവൻ ചെറുതായി ഒന്ന് ചിരിച്ചു. എന്നിട്ട് ഇഷികയോടായി അവൻ പറഞ്ഞു, ഞാനും ഒരിക്കൽ തകർന്നയാളായിരുന്നു ഇഷിക. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇഷികയുടെ കണ്ണുകളിൽ കൗതുകം തോന്നി. എന്താണ് അർജുൻ? അതിന് മറുപടിയൊന്നും പറയാതെ അർജുൻ കുറേ സമയം മൗനമായി നിന്നു. ശേഷം അവൻ തുടർന്നു, ഒരിക്കൽ ഞാൻ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരാളുണ്ടായിരുന്നു. എന്നാൽ അയാളെ എനിക്ക് നഷ്ടപ്പെട്ടു. അത് പറയുമ്പോൾ അർജുൻ്റെ ശബ്ദം അല്പം ഇടറിയിരുന്നു. ശേഷം അവൻ തുടർന്നു, അതിനുശേഷം ഞാൻ ആരെയും അധികം എന്നിലേക്ക് അടുപ്പിക്കില്ലായിരുന്നു. അടുപ്പിക്കാൻ ശ്രമിച്ചാലും ഞാൻ ആരുമായിട്ടും അത്ര അഡിക്റ്റ് ആകത്തില്ലായിരുന്നു. ശേഷം അവൻ തുടർന്നു, പക്ഷേ നീ എന്നിലേക്ക് വന്നപ്പോൾ എല്ലാം മാറി. നിന്നെ കണ്ട ആ നിമിഷം മുതൽ നീ എൻ്റേതാണെന്നൊരു തോന്നൽ. അത് കേട്ടപ്പോൾ ഇഷികയ്ക്ക് മറുപടി എന്തു പറയണമെന്ന് അറിയില്ലായിരുന്നു. കുറച്ച് നിമിഷം അവർക്കിടയിൽ മൗനം തന്നെ തുടർന്നു. പക്ഷെ അത് അസ്വസ്ഥമായ മൗനം അല്ലായിരുന്നു. അത് പരസ്പരം ഒരുപാട് പറയാതെ വരുന്ന ഒരു മൗനം. എന്നാൽ എല്ലാം അറിയുന്ന ഒരു മൗനം. പെട്ടെന്നാണ് ഡോക്ടർ അവിടേക്ക് വന്നത്. ശേഷം പെട്ടെന്ന് ഇഷിക തിരിഞ്ഞു നോക്കി. അപ്പോൾ ഡോക്ടർ ഇഷികയോടായി പറഞ്ഞു, അനിയൻ്റെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അത് കേട്ടപ്പോൾ ഇഷികയുടെ ഹൃദയം ശക്തമായി ഇടിക്കാൻ തുടങ്ങി. അടുത്ത നിമിഷം എന്ത് സംഭവിക്കുമെന്ന് അവൾക്കറിയില്ലായിരുന്നു. ഡോക്ടർ, റിപ്പോർട്ട് കണ്ടിട്ട് എങ്ങനെയുണ്ട് എൻ്റെ അനിയന്? വേഗം അവൻ സുഖം പ്രാപിക്കുമോ? ജീവിതത്തിലേക്ക് വേഗം തന്നെ അവൻ തിരിച്ചു വരുമോ? എൻ്റെ പഴയ ഇഷാൻ കുട്ടനായിട്ട്? ഡോക്ടർ പറഞ്ഞു, ഏയ് റിപ്പോർട്ടിൽ വലിയ പ്രശ്നമൊന്നുമില്ല. നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട കാര്യമില്ല. അവൻ മരുന്നുകളോടൊക്കെ നന്നേ പ്രതികരിച്ചു തുടങ്ങി. കുറച്ച് മാസങ്ങൾ കൂടി ഇതുപോലെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവനെ നമുക്ക് പൂർണ്ണമായും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ആ വാക്കുകൾ കേട്ടപ്പോൾ ഇഷയുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവൾ ഡോക്ടറോട് നന്ദിയും പറഞ്ഞു. പിന്നെ അർജുൻ്റെ മുഖത്തേക്ക് നോക്കി അവനോടായി പറഞ്ഞു, നന്ദി, നിങ്ങളാണ് എൻ്റെ അനിയനെ ചികിത്സയ്ക്ക് വേണ്ട പണം മുഴുവൻ നൽകി എന്നെ സഹായിച്ചത്. ഒരുപാട് നന്ദിയുണ്ട്. അർജുൻ അവളോട് പറഞ്ഞു, ഇതിന് നന്ദിയുടെ ആവശ്യമൊന്നുമില്ല ഇഷിക, ഇത് എൻ്റെ കടമയാണ്.
ആ സന്ധ്യാസമയത്ത് ഹോസ്പിറ്റലിൻ്റെ പുറത്തുകൂടി നടക്കുമ്പോൾ ഇഷികയുടെ മനസ്സിൽ എന്തെന്നില്ലാത്ത ഒരു സമാധാനം. കുറേ നാളുകൾക്ക് ശേഷം അവൾക്ക് കിട്ടിയ ഒരു സമാധാനമായിരുന്നു അത്. അതവൾ നന്നേ ആസ്വദിച്ചു. ഈ ആകാശത്ത് മഴയൊക്കെ നിന്നിട്ട് മേഘപാളികൾക്കിടയിലൂടെ ഒരു സൂര്യപ്രകാശം വരാറില്ലേ? അതുപോലെ തന്നെ ഒരു സൂര്യപ്രകാശം ഇഷികയുടെ ജീവിതത്തിലും കടന്നു വന്നിരിക്കുന്നു. അല്പമല്പമായി വെളിച്ചം അവളിലേക്ക് കടന്നു വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇഷികയുടെ കഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും അവളെ തേടി അവർക്കിടയിലേക്ക് വലിയൊരു കൊടുങ്കാറ്റ് വരുന്നുണ്ടായിരുന്നു. തുടരും. ഈ സ്റ്റോറി തുടർന്ന് കേൾക്കാനായി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. അതോടൊപ്പം ഇഷികയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന കൊടുങ്കാറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാമോ? കമൻറ്റിലൂടെ രേഖപ്പെടുത്തൂ.